നമ്മളറിയാത്ത ഒരാളുടെ കൂടെയും കയറിപ്പോവരുത്. അവൻ തരുന്ന ഒരു സാധനവും വാങ്ങിക്കഴിക്കരുത്. ഏതായാലും ചുരുക്കി പറയാം, ഇവൻ വിൽപ്പന തുടങ്ങി, വലിയ വിൽപ്പനക്കാരനായി. അവസാനം ഞങ്ങൾ പിടിച്ചു, ഞങ്ങൾ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ടു. ഉച്ച സമയത്താണ് അവനെ പിടിച്ചേ. ചെറുപ്പക്കാർ, 22 വയസ്സേ ഉള്ളൂ. ആ ലോക്കപ്പിൽ ഒരു മൂലയിൽ ഇങ്ങനെ കിടക്കുക. ചോറ് കൊടുത്തു, 2 പിടി വാരി തിന്നു. ഞങ്ങൾ പറയും ഭക്ഷണം കഴിക്കടാ. വേണ്ട സാറേ, ഭക്ഷണമൊന്നും വേണ്ട സാറേ. പാവം സാധു, എപ്പോഴോ പെട്ടുപോയി, അത്രേ ഉള്ളൂ. അവനൊരു മോശക്കാരനായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പെട്ടുപോയതാ. സന്ധ്യ, പിന്നെ ഇങ്ങനെ ഉച്ച കഴിഞ്ഞു, 4 മണിയായി, വൈകുന്നേരമായി. സന്ധ്യ സമയം ഒരു 5:30 മണിയൊക്കെ ആയ സമയത്ത് ഈ സാധു എന്ന് പറഞ്ഞ അവന്റെ സ്വഭാവം പെട്ടെന്ന് മാറി. അവൻ അവിടെ നിന്ന് എണീറ്റിട്ട് അവൻ ലോക്കപ്പിന്റെ വാതിലിന്റെ അവിടെ ഇങ്ങനെ വന്നു നിന്നു. സാധാരണ ഈ ലോക്കപ്പിനകത്ത് ഒരാളെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ പറയും, വെള്ളമൊക്കെ വേണമെങ്കിൽ കൊടുക്കും, ആ വെള്ളം വേണമെങ്കിൽ ചോദിക്കുക, കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഇവൻ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി അവൻ ആ ലോക്കപ്പിന്റെ വാതിലിന്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഉറക്കെ ഇങ്ങനെ വിളിക്കുകയാണ്, ഇങ്ങനെ സാറേ. ഇതിൽ കുറെ ആൾ ഞെട്ടിയെന്ന് എനിക്കറിയാം. ഇതേപോലെ ഞങ്ങളും ഞെട്ടി. നേരെ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ അവൻ ആകെ മാറിയിട്ടുണ്ട്. ഞങ്ങൾ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ഞങ്ങളെ മുഖത്ത് അവൻ കണ്ണെടുത്തു. മുഖത്തേക്ക് നോക്കാതെ അവൻ പറഞ്ഞു, സാറേ ലേശം സാധനം താ, കുറച്ച് സാധനം പ്ലീസ്, കുറച്ച് സാധനം വേഗം താ, എനിക്ക് ലേശം സാധനം വേണം. ഞങ്ങൾ പറയും, പോയി കിടക്കണ, അവിടെ പോയി കിടക്കട, എക്സൈസ് ഓഫീസിലാണ് സാധനം, പോയി കിടക്ക് എന്ന് പറഞ്ഞപ്പോ അവൻ ഞങ്ങളെ ചൂണ്ടുകയാണ്. ആ ചൂണ്ടലിൽ അവനെല്ലാം ഒന്നും പറയുന്നില്ല. ആ പറയാനുള്ളതൊക്കെ ആ ചൂണ്ടലിൽ ഇങ്ങനെ ചൂണ്ടിട്ട് കാണിച്ചു തരാം എന്ന് പറയുന്ന പോലെ ചൂണ്ടി അവിടെ പോയി കിടന്നു. 1 മിനിറ്റ് കിടന്നില്ല, അവിടുന്ന് ചാടി എണീറ്റ് അവൻ്റെ ആ ലോക്കപ്പിൻ്റെ വാതിലിൻ്റെ അവിടെ വന്നിട്ട് ആ വാതിൻ്റെ അഴിയിൽ പിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ ക്രോസിൽ പട്ട കൊടുത്തിട്ട്, ഇരുമ്പിൻ്റെ പട്ട ഇങ്ങനെ ക്രോസിൽ കൊടുത്തിട്ടുണ്ട്. ആ പട്ടയിൽ നെറ്റി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നെറ്റി വെച്ച് അടിക്കാൻ തുടങ്ങി. ഇങ്ങനെ അടിക്കുകയാണ്. അടിച്ചടിച്ച് നെറ്റി പിളർന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. ഞങ്ങൾ ഓടി വരുമ്പോഴേക്കും മുഖം മുഴുവൻ രക്തം. ആകണ്ട് ഷാർപ്പ് അടിച്ചണ്ട് കയറി പോയിട്ട് ഇവിടെ പിളർന്നു പോയെന്ന്. ഞങ്ങൾ അകത്തേക്ക് കയറി. അകത്ത് കയറാൻ താക്കോല് തുറക്കുമ്പോഴേക്കും 1 മണിക്കൂർ പോലെ നമുക്ക് സമയം തോന്നുക, 1 സെക്കൻഡ് 1 മണിക്കൂർ പോലെ തോന്നുക. അപ്പോഴേക്കും അവൻ പിടിവിട്ട് ചുമരിലടിച്ചു, ശരീരം മൊത്തം മാന്തി പൊളിക്കുന്നു. നേരെ കയ്യും കാലും ലോക്ക് ചെയ്ത് കുറ്റിപ്പുറം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്ന പാടെ ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്തു, മയങ്ങി, ഇവിടെ ക്ലീൻ ചെയ്തു, സ്റ്റിച്ച് ചെയ്തു, തുന്നി ഡ്രസ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് ചോദിച്ചു എന്ത് ചെയ്യാം. ഡോക്ടർ പറഞ്ഞു, പരിശോധിച്ചിട്ട് പറഞ്ഞു കൊണ്ടുപോക്കോളൂ, കുഴപ്പമില്ല. ഞങ്ങൾ ചോദിച്ചു, സാറേ വലിയ ഭ്രാന്താണ് ഇവൻ കാണിച്ചേ. ഒരുപാട് ഭ്രാന്ത് ഞങ്ങൾ കാണാറുണ്ട്, പക്ഷെ ഇത്ര ശക്തമായ ഭ്രാന്ത് ആദ്യമായിട്ട് കാണുകയാണ്. നാളെ വടകര കോടതിയിൽ ബഹുമാനപ്പെട്ട ജഡ്ജിന്റെ മുന്നിൽ ഇവനെ കൊണ്ടുപോയി നിർത്തണം. അവിടെ ഹാൻഡ് കഫ്റ്റ് നിർത്താൻ, കയ്യിൽ വിലങ്ങിട്ട് നിർത്താൻ പറ്റില്ല. അപ്പോൾ അവിടെ വെച്ച് പെട്ടെന്ന് അവിടെ നിന്നാണോ ഈ ഭ്രാന്ത് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? അവൻ എന്തെങ്കിലും അക്രമം കാണിച്ചാലോ, കയ്യിൽ കിട്ടുന്ന സാധനം എടുത്ത് ബഹുമാനപ്പെട്ട ജഡ്ജിന്റെ മുഖത്തേക്ക് അങ്ങനെ വലിച്ചെറിയൊക്കെ ചെയ്താൽ ഞങ്ങളുടെ പണി പോവും. ഞങ്ങൾ എന്ത് ചെയ്യും സർ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളൂ, മിനിമം 24 മണിക്കൂർ നേരത്തിനെങ്കിലും ഇനി അവൻ ഒരു ഭ്രാന്തും കാണിക്കില്ല. ഇതുവരെ കാണിച്ചത് മയക്കുമരുന്ന് ഉപയോഗിച്ച സമയത്തെ ഭ്രാന്തല്ല. കേട്ടോളൂ, നേരത്തെ ബഹുമാനപ്പെട്ട ഡോക്ടർ അഖിൽ ഡോക്ടർ പറഞ്ഞ പോലെ ഇത് ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ അവസാനം കുറേശ്ശെ കൂട്ടി ക്വാണ്ടിറ്റി കൂട്ടി വരേണ്ടി വരും. അവസാനം കിട്ടാതെ വരുമ്പോൾ ഭ്രാന്ത് വരും. ആ റിവാർഡ് സെന്റർ ചോദിക്കും, എനിക്ക് വേണം എന്ന് പറയുമ്പോൾ കൊടുത്തില്ലെങ്കിൽ ഭ്രാന്ത് വരും. എന്തും ചെയ്യും. ചിലപ്പോൾ ബ്ലേഡ് എടുക്കും, കുപ്പിച്ചില്ലെടുക്കും, സ്വന്തം ബ്ലേഡ് എടുക്കും. ബ്ലേഡൊക്കെ എടുത്തിട്ട് സ്വന്തം ഇറച്ചി മുറിക്കും, സ്വന്തം ശരീരം ചിരിച്ചുകൊണ്ട് മുറിക്കും. ആ ചോര കുടിച്ചു നോക്കും. ഇത് ലഹരി മരുന്ന് ഉപയോഗിച്ച് ശീലിച്ചൊരു വ്യക്തി ആ മരുന്ന് ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ, ഒന്നുകൂടി കേട്ടോളൂ, വളർന്നു വരുന്ന മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് ഞാനിത് പറയുന്നത്. ഏത് ലഹരി മരുന്നാവട്ടെ, ഇപ്പോൾ ബീഡി സിഗരറ്റൊക്കെ ആണെങ്കിൽ അത് ലഹരി തന്നെയാണ്. അത് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ഭ്രാന്തൊന്നും വരില്ല. അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം. കാരണം അതൊരു, ഞാൻ പറയുന്നത് അത് ശീലിച്ചവർക്ക് പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. മാറ്റണം എന്ന് വിനയപൂർവ്വം ഞാൻ പറയും. പക്ഷെ അത് മാറ്റാൻ പറ്റാത്തവർ, നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, നമ്മൾ വലിക്കേണ്ട സമയത്തൊന്നും വലിച്ചില്ലെങ്കിൽ ഒരു അസ്വസ്ഥത വരും, ഒരു ബുദ്ധിമുട്ടൊക്കെ വരും എന്ന്, എന്തോ ഒരു പോരായ്മ. മദ്യപിക്കുന്നവരാണെങ്കിൽ കയ്യും കാലും വിറയ്ക്കും, എണീറ്റ് നിൽക്കാൻ പറ്റൂല. അതിനും മുകളിലുള്ള ചില സാധനമുണ്ട്, അത് ഉപയോഗിച്ച് ശീലിച്ചവർക്ക് ഭ്രാന്ത് വരും. സ്വന്തം ഉമ്മയുടെ കഴുത്തിന് പിടിച്ച് കൊല്ലാൻ ശ്രമിച്ച 9ാം ക്ലാസ്സുകാരന് മരുന്ന് കിട്ടാത്ത സമയത്തെ ഭ്രാന്തായിരുന്നു. സ്വന്തം ഇറച്ചി മുറിക്കും,
ആ ചോര കുടിച്ചു നോക്കും. ഇത് വിത്ഡ്രോവൽ സിംറ്റമാണ്. അത് മാനേജ് ചെയ്യാനുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ഒരു ദിവസം ഒരു 10-24 മണിക്കൂർ നേരത്തിന് അവൻ നോർമൽ ആയിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ കോടതിയിൽ കൊണ്ടുപോയി പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്തോളെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വീട്ടിൽ ഓഫീസിൽ കൊണ്ടുവന്ന് പിറ്റേ ദിവസം രാവിലെ വടകരയ്ക്ക് പുറപ്പെടുകയാണ്. 11 മണിക്ക് വടകര എത്താറാൻ വേണ്ടിയിട്ട് രാവിലെ പുറപ്പെടുകയാണ്. രാവിലെ അവൻ പ്രഭാത കർമ്മങ്ങൾ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, സാധുവാണ്, പാവാണ്. അവൻ എണീറ്റ് ഇങ്ങനെ പുറത്ത് നോക്കി, ലോക്കപ്പ് നിന്ന് നോക്കുമ്പോൾ ദൂരേക്ക് ഇങ്ങനെ പുറത്തൊരു വാതിൽ ഇങ്ങനെ കാണാം. ആ വാതിൽ കൂടെ പുറത്തേക്ക് കാണാം. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു 3 പേര് നടന്നു വരുന്നുണ്ട്, നിഴല് കണ്ട്. ആ കണ്ട പാടെ ഓൻ പറഞ്ഞു, സാറേ സാറേ ഒന്ന് വാ സാറേ, ഒന്ന് ഇവിടെ വാ സാറേ. എന്തേ സാറേ? ആ വരുന്നത് എൻ്റെ ഉമ്മയാണ് സാറേ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ആളെന്നും മനസ്സിലാവണില്ല. ഏതോ 3 പേര് വരുന്നുണ്ട്. അതിലൊരു സ്ത്രീ ഉണ്ടെന്ന് തോന്നണു. ഒരു സ്ത്രീയുടെ ഒരു നിഴല് പോലെ തോന്നുന്നു. ഞങ്ങൾ ചോദിച്ചേടാ, അത് എൻ്റെ ഉമ്മയാണെന്ന് നിനക്ക് എങ്ങനെ അറിയണേ? അതെൻ്റെ ഉമ്മയാണോ? അപ്പോൾ പറയാണ്, സാറേ അതെൻ്റെ ഉമ്മയാണ് സാറേ. എൻ്റെ ഉമ്മനെ കണ്ടാൽ എനിക്കറിയില്ലേ, അതെൻ്റെ ഉമ്മ തന്നെയാണ് സാറേ. സാറേ നിങ്ങൾ ഒരു കാര്യം ചെയ്യോ, നിങ്ങൾ എന്നെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ആക്കുമോ? അതെന്തേ? എൻ്റെ ഉമ്മ വരുമ്പോഴേ ഞാൻ ഈ ജയിലിനകത്ത് കിടക്കണ എൻ്റെ ഉമ്മനെ കാണിക്കില്ലേ? എൻ്റെ ഉമ്മ കണ്ട എൻ്റെ ഉമ്മക്ക് സങ്കടാവും സാറേ. ഞാൻ പറഞ്ഞത്, അവന് സ്വബോധമുള്ളപ്പോൾ അവന് ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, എല്ലാവരും ഉണ്ട്, ഒക്കെ ഉണ്ട്. നമ്മൾ ചോദിച്ചടാ, എൻ്റെ ഉമ്മക്ക് സങ്കടം ഉണ്ടോ? സാറെ കളിയാക്കല്ലേ സാറേ, എൻ്റെ ഉമ്മാനെ നിങ്ങൾ സങ്കടപ്പെടുത്തല്ലേ, നിങ്ങളുടെ കാല് ഞാൻ പിടിക്കാം, ഒന്ന് തുറന്നതാ, നിങ്ങളെ പറ്റിച്ച് ഓടിപ്പോവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തുറന്നു കൊടുത്തു. അത് തുറന്നു കൊടുത്തപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ, നമ്മൾ അങ്കണവാടിയിലൊക്കെ രാവിലെ ഫസ്റ്റ് ദിവസം കൊണ്ടാക്കണ മക്കൾ കാണാറില്ലേ? ആ ഫസ്റ്റ് ദിവസം കൊണ്ടാക്കി വൈകുന്നേരം ഫസ്റ്റ് ദിവസം വിടുമ്പോൾ ആദ്യമായിട്ട് വിട്ടുന്ന സന്തോഷം സങ്കടമൊക്കെ ഓടി വന്ന് അമ്മയുടെ ഒക്കത്തേക്ക് ഇങ്ങനെ ഉമ്മാൻ്റെ ഒക്കത്തേക്ക് ചാടി കയറി ഇങ്ങനെ തുരുതുര മുത്തം കൊടുക്കണ കുഞ്ഞു മക്കളെ നമ്മൾ കാണുന്നു. അതുപോലെ ഈ 22 വയസ്സുള്ള യുവാവ് ഈ ഉമ്മയെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് കരയാണ്. കരഞ്ഞുകൊണ്ട് അവൻ പറയുന്ന വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് ഇപ്പോഴും. അവൻ പറയാണ്, ഉമ്മ ഈ നശിച്ച മരുന്നിൽ ഞാൻ അകപ്പെട്ടു പോയി, എനിക്കിതില്ലാതെ ജീവിക്കാൻ വയ്യ ഉമ്മ, ഞാൻ എന്താ ചെയ്യേണ്ട ഉമ്മ, നമുക്ക് മരിക്കും ഉമ്മ. ഉമ്മയോട് പറയാ, ഉമ്മയ്ക്കും മകനും നിസ്സഹായാവസ്ഥയാണ്. എന്നിട്ട് പറയാ, നമുക്ക് മരിക്കും ഉമ്മ, എനിക്കിതില്ലാതെ ജീവിക്കാൻ വയ്യ. അതിനിടയ്ക്ക് അവൻ പറഞ്ഞു, നമ്മുടെ ഇക്കാക്കയോ പോയി, ഇപ്പൊ ഞാനും ഇതിൽ പെട്ടല്ലോ ഉമ്മ. അപ്പൊ ഞങ്ങൾ ചോദിച്ചെന്ത് ഇക്കാക്കയുടെ കാര്യം? അപ്പോഴാണ് അവൻ ആ കഥ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ അറിയുന്നൊരു സ്ഥലത്ത് ഒരു അജ്ഞാത ശവശരീരം, ഒരു യുവാവ് മരിച്ചു കിടക്കുകയാണ്. പോലീസ് വന്ന് ആ ഡെഡ് ബോഡി എടുത്ത് ആ ശരീരം പരിശോധിക്കുമ്പോൾ ഇൻക്വസ്റ്റ് നടത്തും. ഈ മുടിയിഴയിലൂടെയൊക്കെ വിരലൊടിച്ച് പരിശോധിക്കും, ആരെയും അടിച്ചു കൊന്നതാണോ, തലയിൽ മുറിവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കും. അങ്ങനെ ശരീരം മൊത്തം പരിശോധിക്കുമ്പോൾ പോലീസ് കണ്ട പ്രത്യേകത, ഇവന്റെ ശരീരം മൊത്തം ബ്ലേഡ് കൊണ്ട് മുറിച്ചിട്ടിരിക്കുന്നു. അതായത് ഈ മരിച്ചു കിടന്ന ആളും ലഹരിക്ക് അടിമയാണ്. ഇന്നത്തെ മുറിവ്, മുൻപത്തെ മുറിവ്, ഉണങ്ങിയ മുറിവ്, ഉണങ്ങാത്ത മുറിവൊക്കെ ഉണ്ട്. പിന്നെ കണ്ടത് ഈ ജോയിൻസിലൊക്കെ ഈ ഞരമ്പ് കിട്ടുന്ന ഭാഗത്തൊക്കെ കുറെ കുത്തുകൾ, ഡോട്ട്സ്, അതായത് ഈ മയക്കുമരുന്ന് സിറിഞ്ചിലാക്കി കുത്തി അടയാളങ്ങൾ. ആ മരിച്ച അന്ന് അവന് മരുന്ന് കിട്ടി, കുത്തിക്കയറ്റാനുള്ള മരുന്ന് കിട്ടി. പക്ഷെ എത്ര വലിച്ചു മുറുക്കി കെട്ടിയിട്ടും ഈ ഞരമ്പ് പുറത്തേക്ക് വരുന്നില്ല. കുറെ മുറുക്കി കെട്ടി, പക്ഷെ ഞരമ്പ് വരുന്നില്ല. പക്ഷെ ഈ മരുന്ന് കയ്യിലുണ്ട്, ഈ സുഖം കിട്ടണം, ഈ സുഖം കുത്തി കയറ്റണം, ഇത് കുത്തി കയറ്റിയേ പറ്റൂ. പക്ഷെ ഞരമ്പ് കിട്ടുന്നില്ല. ആ ഞരമ്പ് കിട്ടാതെ വന്നപ്പോ കൊച്ചു കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, പറയാൻ മടിയുണ്ട്, എന്നാൽ പോലും പറയാണ്. ആ ഞരമ്പ് കിട്ടാതെ വന്നപ്പോ അവസാനത്തെ ഡോസ് ആ മയക്കുമരുന്ന് അവന്റെ ജനനേന്ദ്രിയത്തിൽ, അവന്റെ മൂത്രക്കൊടി വളച്ചു പിടിച്ച് അതിൽ അടിച്ചു കയറ്റിയാണ്. ആ അടിച്ചു കയറ്റിയ ആ നിമിഷം അവിടെ വെച്ച് അപ്പോ അവൻ മരിച്ചു. ആ മരിച്ചു കിടന്ന ആ യുവാവിന്റെ നേരെ അനിയനെയാണ്, അതായത് ഈ ഉമ്മയുടെ, ആ വന്ന ഉമ്മയുടെ മൂത്ത മകനെയാണ് ഞങ്ങള്, അതേ ആ മൂത്ത മകനാണ് ആ മരിച്ചു കിടക്കണേ, അവർ രണ്ടാമത്തെ മകനെയാണ് അതേ മയക്കുമരുന്നായിട്ട് ഞങ്ങൾ പിടിക്കണേ. ഓർക്കുക, ആ മൂത്ത മകൻ മരിച്ച് ആ കബറടക്കം കഴിഞ്ഞ് ഉസ്താദുമാരൊക്കെ മടങ്ങിപ്പോയി. വീട്ടില് ഈ രണ്ടാമത്തെ മകനും ഉമ്മയും തനിച്ചായ സമയത്ത് ഉമ്മയെ കെട്ടിപ്പിടിച്ചന്ന് ഈ രണ്ടാമത്തെ മകൻ പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ നമ്മുടെ ഇക്കാക്ക പോയില്ലേ, ഇക്കാക്ക മരിച്ചില്ലേ, ആ വിഷം, ആ മയക്കുമരുന്ന് കുത്തിവെച്ചിട്ടാ ഇക്കാക്ക മരിച്ച്, എനിക്കറിയാം, ആ മയക്കുമരുന്നാണ് ഇക്കാക്കനെ കൊണ്ടുപോയേ, ഇവനത് ഉപയോഗിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് പറയാ, ആ മരുന്നാണ് ഇക്കാക്കാനെ കൊണ്ടുപോയേ, അതുകൊണ്ട് എൻ്റെ ഉമ്മയാണ് സത്യം, ഇന്നു മുതൽ ഒരു മയക്കുമരുന്നും എൻ്റെ കൈകൊണ്ട് ഞാൻ തൊടൂലുമ്മ, എൻ്റെ ഉമ്മയുടെ നെറുകയിൽ കൈവച്ച് ഞാൻ സത്യം ചെയ്യാണ്, ഇന്നു മുതൽ എല്ലാ മയക്കുമരുന്നും ഞാൻ ഉപേക്ഷിക്കുകയാണ്. അത് വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സ് തട്ടിയിട്ട്, അതായത് ഏട്ടൻ മരിച്ച ആ സങ്കടത്തിൽ ആ തീരുമാനം അവിടെ എടുക്കുകയാണ്, ഇനി എനിക്ക് വേണ്ട, ആ തീരുമാനം എടുത്തു. പക്ഷെ കേട്ടോളൂ, ആ തീരുമാനത്തിന്, ആ പ്രതിജ്ഞയ്ക്ക്, ആ ശപഥത്തിന് ഒരാഴ്ചത്തെ ആയുസേ ഉണ്ടായുള്ളൂ. അപ്പോഴേക്ക്
വീണ്ടും അവൻ ഉപയോഗിക്കാൻ തുടങ്ങി. വീണ്ടും ഉപയോഗിച്ചു. അതാണ് മയക്കുമരുന്ന്. അതാണ് മയക്കുമരുന്ന്. എത്ര വേണ്ടെന്ന് പറഞ്ഞാലും അത് നമ്മളെ കയറി പിടിക്കും. നമ്മൾക്കത് ഉപയോഗിക്കേണ്ടി വരും. അത് ഉപയോഗിച്ചേ പറ്റൂ. നമ്മുടെ റിവാർഡ് സെന്റർ നമ്മളെ വെറുതെ വിടൂല. അത് വേണമെന്ന് പറയും. അത് കിട്ടിയില്ലെങ്കിൽ എന്തും ചെയ്യും. ഭ്രാന്ത് വരും. സ്വന്തം ഉമ്മയാണെങ്കിൽ പോലും കൊല്ലാൻ ശ്രമിക്കും. എന്തും ചെയ്യും. ഇതിനെന്താണ് പരിഹാരം? ഇവിടെ ഇരിക്കുന്ന ഇത്രയും അധികം സഹൃദയരായ ഈ നാട്ടുകാരിയ്ക്കുമ്പോൾ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മക്കൾ ഒരിക്കൽ പോലും ഒരു ലഹരിയും തൊട്ടു നോക്കാൻ പോലുമുള്ള അവസരമുണ്ടാവരുത്. ആ തരത്തിൽ അവരെ വളർത്തണം. ആ തരത്തിൽ അവരെ മനസ്സിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. അവരെ നമ്മൾ ശ്രദ്ധിക്കണം, ചേർത്ത് പിടിക്കണം. അത് 18 വയസ്സായാലും 16 വയസ്സായാലും അവരെ ചേർത്ത് പിടിക്കണം. എന്നും നമ്മുടെ മക്കൾക്ക് ഒരു മുത്തം കൊടുക്കണം. അത് നമ്മുടെ മക്കളാണ്. ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുക്കണം. ഇന്നൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഇവിടെ ഇരിക്കുന്ന അമ്മമാരും ഇവിടെ ഇരിക്കുന്ന മക്കളും, അത് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, ഉമ്മാനെ അമ്മയൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മുറുക്കി പിടിച്ച് ശ്വാസം മുട്ടിക്കോട്ടെ, മുറുക്കി പിടിച്ചിട്ട് പറയണം, ഉമ്മ ഉമ്മ ഐ ലവ് യു ഉമ്മ പറയണം. മാതാപിതാക്കളെ സ്നേഹിക്കാനുള്ള സമയമാണ്. അവരാണ് ഈ ലോകത്ത് നമ്മളെ എല്ലാ സ്നേഹവും കൊടുക്കേണ്ടത്. അവരെ സ്നേഹിക്കാനുള്ള സമയമാണ്. അങ്ങനെ ചേർത്ത് പിടിച്ച ഒരു മക്കളും പോവില്ല. അതിന് കുടുംബം സ്വസ്ഥമായിരിക്കണം, കുടുംബം ഭദ്രമായിരിക്കണം. എന്താണ് ഭദ്രത? ആ ഭദ്രത കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും. ആ ഭദ്രത കേട്ടോളൂ. എന്താണ്? എൻ്റെ അച്ഛൻ്റെ കൈകളിൽ, അല്ലെ എൻ്റെ ഉപ്പയുടെ കൈകളിൽ എൻ്റെ ജീവിതം സുരക്ഷിതമാണ്, ഭദ്രമാണ്. എനിക്ക് എന്ത് വന്നാലും എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ ഉപ്പയുണ്ട്, എൻ്റെ അച്ഛനുണ്ട്. അത് വലിയ വിശ്വാസമാണ്, അല്ലേ? അതല്ലാതെ എനിക്ക് ആരെയും വന്നാൽ ആരുമില്ല, എനിക്കൊരു സങ്കടം വന്നാൽ പറയാൻ ആരുമില്ല എന്ന് ഏതെങ്കിലും ഒരു കുഞ്ഞ് തെറ്റിദ്ധരിച്ചാൽ കയ്യിന്ന് പോവും. അതാണ് ഭദ്രത. അത് സാമ്പത്തികമായ ഭദ്രതയല്ല കേട്ടോ. നമ്മളെല്ലാവരും വലിയ പണക്കാരൊന്നുമല്ല. നമ്മൾ മാനസികമായി കൊടുക്കുന്ന ഒരു സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ടുണ്ട്. നമ്മുടെ സാമ്പത്തിക പരാധീനതയ്ക്കുള്ളിലും ഞങ്ങളുണ്ടടി എന്ന് പറയുന്ന ആ സപ്പോർട്ട്. ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് പറഞ്ഞ ഒരു അനുഭവം ഉണ്ട്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാവോ? ഈ ജേർണലിസ്റ്റ് പറയാണ്, ഈ ജേർണലിസ്റ്റ് ഒരു വിമാനത്തിൽ യാത്ര ചെയ്യാണ്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് അങ്ങനെ ഏറ്റവും ഉയരത്തെത്തി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. ആകാശത്തിലൂടെ ഇങ്ങനെ പറക്കുക. മേഘങ്ങൾക്ക് ഇടയിലൂടെ പറക്കുമ്പോൾ ഈ സാധനം ഒന്ന് ഇങ്ങനെ കുലുങ്ങുമോ? എനിക്കറിയില്ലട്ടാ, ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. വിമാനത്തിൽ ഇതുവരെ കയറിയിട്ടില്ല. സത്യം, വലിയ ആഗ്രഹമുണ്ട്, നടന്നിട്ടില്ല. എൻ്റെ മോൻ 4 പ്രാവശ്യം കയറി. അപ്പോഴും പഠിക്കുക, എന്നാലും 4 പ്രാവശ്യം കയറാനുള്ള ഭാഗ്യം അവരുണ്ടായി. അപ്പൊ ഈ സാധനം മേഘങ്ങൾക്ക് ഇടയിലൂടെ പോകുമ്പോൾ കുലുങ്ങും, തിറങ്ങുണ്ടോ, ജെർക്ക് ചെയ്യൂലേ? അപ്പൊ ഈ വിമാനത്തിന്റെ ഇങ്ങനെ ഇതൊന്നും ജെർക്ക് ചെയ്യാൻ തുടങ്ങി. ഈ ജെർക്കിങ് കൂടി വന്നു. അത് വല്ലാതെ ജെർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന്റെ കോ പൈലറ്റ് അനൗൺസ് ചെയ്തു, വിമാനത്തിന്റെ നിയന്ത്രണം ചെറുതായിട്ട് ഒന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പേടിക്കൊന്നും വേണ്ട, അത് കൺട്രോൾ ചെയ്യാം, എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പലരും പല പുസ്തകം ഇങ്ങനെ ഇരിക്കുന്നവരൊക്കെ വളരെ ഇങ്ങനെ ഒന്ന് ശ്രദ്ധയോട് കൂടി ഇരിക്കുകയാണ്. അങ്ങനെ പോവാണ്. പക്ഷെ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഇത് വീണ്ടും ആടി ഉലയാൻ തുടങ്ങി. ഇത് ആകെ തകരാൻ പോവാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ വീണ്ടും അനൗൺസ്മെന്റ് വന്നു, വിമാനത്തിന്റെ നിയന്ത്രണം പരിപൂർണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇത് തകരാൻ പോവാണ്, നമ്മുടെ ജീവൻ നഷ്ടപ്പെടാൻ പോവാണ് എന്ന് കേട്ടപ്പോൾ ആകാശത്ത് നിന്നൊരു കൂട്ട നിലവിളി, വിമാനത്തിനകത്തൊരു കൂട്ട നിലവിളി. 230 യാത്രക്കാരുണ്ടായിരുന്നു ചിത്രത്തിൽ. ആ 230 യാത്രക്കാരിൽ 229 പേരും ഈ ജേർണലിസ്റ്റ് അടക്കം കരഞ്ഞുകൊണ്ടിരിക്കുക, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജാതി മതമൊന്നുമില്ല, അവനവൻ വിശ്വസിക്കുന്ന ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ആ 230 പേരിൽ ഒരാൾ മാത്രം, ആ ഇരിക്കുന്ന ആ ആൺമക്കളില്ല, ആ കൊച്ചുമക്കള്, അതുപോലെ ഒരു 10 വയസ്സുള്ള ഒരു ആൺകുട്ടി മാത്രം അവന്റെ സീറ്റിലിരുന്നിട്ട് യാതൊരു പേടിയുമില്ലാതെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ അവനൊന്ന് തല ഉയർത്തി നോക്കും, പിന്നെ അവൻ ഒരു മൈൻഡും ഇല്ലാതെ പുസ്തകം വായിക്കും. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. പതുക്കെ വിമാനത്തിന്റെ നിയന്ത്രണം തിരികെ വന്നു. വളരെ സേഫായിട്ട് ആ വിമാനം ഇറങ്ങേണ്ട എയർപോർട്ടിൽ ഇറക്കി. ആർക്കും ഒരു കുഴപ്പം വന്നില്ല. യാത്രക്കാരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നവരൊക്കെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയാണ്. അവര് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയാണ്. ജീവൻ തിരിച്ചു കിട്ടി വരുന്ന മക്കൾ ഒക്കെയാണ്. പക്ഷേ ജേർണലിസ്റ്റ് നേരെ പോയത് ഈ കുട്ടിയുടെ അടുത്തേക്ക്. കുട്ടി അവിടെ ഒരു ഭാഗത്തുണ്ട്. മോനെ ഇവിടെ വാ, വിളിച്ചു എന്നിട്ട് പറഞ്ഞു, മോനെ ഞാനൊരു ജേർണലിസ്റ്റാണ്, ഈ ബോംബ് സ്ഫോടനങ്ങൾ നടന്ന സ്ഥലത്തൊക്കെ ഞാൻ ഈ ക്യാമറയായിട്ട് പോവാറുണ്ട്. ജീവൻ തന്നെ നഷ്ടപ്പെടാം, പക്ഷെ എനിക്ക് പേടിയില്ല, കാരണം എൻ്റെ തൊഴിൽ അതാണ്, എനിക്ക് യാതൊരു പേടിയും തോന്നാറില്ല. ഭൂമി കുലുക്കം നടന്ന സ്ഥലത്ത് പോവാറുണ്ട്, അപ്പോൾ ഞാൻ പേടിക്കാറില്ല. പക്ഷേ ഞാൻ യാത്ര ചെയ്യുന്ന ഈ വിമാനം ഇതാ തകരാൻ പോവാണ്, എൻ്റെ ജീവൻ ഇതാ നഷ്ടപ്പെടാൻ പോവാണ് എന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ പോലും പേടിച്ച് കരയായിരുന്നു, ഞാൻ പോലും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് യാതൊരു പേടിയും കണ്ടില്ലല്ലോ, മരിക്കാൻ പേടിയില്ലേ?
ജീവിക്കണം എന്ന് ആഗ്രഹമില്ലേ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞ മറുപടി, ആ കുട്ടി പറഞ്ഞു, ഈ വിമാനം എങ്ങനെയൊക്കെ ആടി ഉലഞ്ഞോട്ടെ, എങ്ങനെയൊക്കെ നിയന്ത്രണം നഷ്ടപ്പെട്ടോട്ടെ, ഇതിന്റെ നിയന്ത്രണം, ഇതിന്റെ പൈലറ്റ് തിരിച്ചു പിടിക്കും. ഇത് ആകാശത്ത് നിന്ന് കീഴ്മേൽ മറിഞ്ഞാൽ പോലും അതിനെ നേർരേഖയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ യാത്രക്കാരെ ഒരു പോറലും ഏൽക്കാതെ നമ്മൾക്ക് ഇറങ്ങേണ്ട എയർപോർട്ടിൽ കൊണ്ടുപോയി ഇറക്കാനുള്ള സകല ശേഷിയും കഴിവും ഒക്കെ ഉള്ള ആളാണ് ഈ വിമാനം പറത്തുന്ന ഇതിന്റെ പൈലറ്റ് എന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? ഇതിന്റെ പൈലറ്റ് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനെ എനിക്ക് വിശ്വാസമാണ്. ഇതാണ് ഭദ്രത. ഈ ഒരു ഭദ്രത നമ്മുടെ മക്കളുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? മതി. ഒരു മക്കളും ഒരു ലഹരിക്കും പോവില്ല.